നമസ്കാരം, ഞാൻ ആര്യ, കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ്, ഊണ മൈൻഡ് ആൻഡ് ബിഹേവിയർ സെന്റർ. ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ADHD ഉള്ളവരിൽ പലരിലും കണ്ടുവരുന്ന ഒരു ഇമോഷണൽ ഡിഫിക്കൽട്ടിയായ റിജക്ഷൻ സെൻസിറ്റീവ് ഡിസ്ഫോറിയ അഥവാ RSD എന്നതിനെ പറ്റിയാണ്. അതായത് നമ്മൾ ADHD എന്ന് പറയുമ്പോൾ ആദ്യം ഓർമ്മയിൽ വരുന്നത് ശ്രദ്ധ കുറവ്, ഹൈപ്പർ ആക്ടിവിറ്റി, പിന്നെ ഇമ്പൾസിറ്റി എന്നൊക്കെയാണ്. എന്നാൽ അതിലും കൂടുതലായിട്ട് ഉണ്ടാവുന്ന ഇമോഷണൽ സ്ട്രഗിൾസും ഉണ്ട്. അതിനെയാണ് നമ്മൾ RSD എന്ന് പറയുന്നത്. ADHD എന്ന് പറഞ്ഞാൽ അറ്റൻഷൻ ഡിഫക്റ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ എന്നാണല്ലോ. അതിന്റെ ലക്ഷണങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള ബുദ്ധിമുട്ട്, ഇമ്പൾസീവ് ബിഹേവിയർ, പിന്നെ റെസ്റ്റ്ലെസ്നെസ്, പിന്നെ ഒരു ടാസ്ക് കൊടുത്താൽ അത് കംപ്ലീറ്റ് ആക്കാൻ പറ്റുന്നില്ല, മെമ്മറി ഇഷ്യൂസ് എന്നൊക്കെയാണ്. അത് ADHD ചൈൽഡിലും അഡൽട്സിലും ഉണ്ടാക്കും. RSD എന്നാൽ ഇതൊരു ഒഫീഷ്യൽ ഡയഗ്നോസിസ് ഒന്നുമല്ല, പക്ഷേ ഇത് ADHD ഉണ്ടായിട്ടുള്ള ഒരു ഇമോഷണൽ പാറ്റേൺ ആണ്. അതായത് ഒരു റിജക്ഷൻ അല്ലെങ്കിൽ ഒരു ക്രിറ്റിസിസം അല്ലെങ്കിൽ ഒരു ഫെയിലിയർ സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഇമോഷണൽ പെയിൻ ആണ്. ഒരു ഇമോഷണൽ പെയിൻ അനുഭവപ്പെടുന്നതാണ് നമ്മൾ RSD എന്ന് പറയുന്നത്. ഒരു ഡെയിലി ലൈഫ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ ഒരാൾക്ക് മെസ്സേജ് അയക്കുന്നു, ആള് റിപ്ലൈ തരുന്നില്ല. ഈ RSD ഉള്ളവർ കൂടുതലും വിചാരിക്കുക എന്നെ ഇഗ്നോർ ചെയ്യുകയാണോ എന്ന രീതിയിൽ അവർ ചിന്തിക്കും. ഇപ്പം ബോസ് ആയിക്കോട്ടെ, എന്തെങ്കിലും കാര്യത്തിന് കറക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ കാരണമാണ്, ഞാൻ ഒന്നിനും കൊള്ളില്ല എന്നുള്ളൊരു ഫീലിങ്ങും വരും. ഇതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതായത് ADHD ഉള്ളവരിൽ RSD സംഭവിക്കുമ്പോൾ ഉണ്ടാവുന്ന ലക്ഷണങ്ങൾ ഇമോഷണലി ഉണ്ടാകും, ബിഹേവിയർ സൈഡ് ഉണ്ടാകും, തിങ്കിങ് പാറ്റേണിൽ ചേഞ്ചസ് വരാം. അതിൽ ഇമോഷണൽ പറയുകയാണെങ്കിൽ ഈ ഒരു റിജക്ഷൻ ക്രിറ്റിസൈസിങ് വരുമ്പോൾ അവർ നല്ല രീതിയിൽ ഹേർട്ട് ആവുകയും പിന്നെ സാഡ്, അതായത് നല്ല രീതിയിൽ വിഷമിക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ വിഷമം മാത്രമല്ല, പിന്നെ ഒരു ദേഷ്യം ഉണ്ടാകും. അതായത് റിപ്പിറ്റേറ്റീവ് ആയിട്ട് ഇങ്ങനെ ഒരു റിജക്ഷൻ സംഭവിക്കുമ്പോൾ ദേഷ്യം കാണിക്കുന്നുണ്ട്. അതിൽ ബിഹേവിയർ സൈഡ് പറയുകയാണെങ്കിൽ അവർ ഫിയർ ഓഫ് റിജക്ഷൻ ആണ്. ഈ ഒരു റിജക്ഷനോടുള്ള ഭയം കാരണം ഇങ്ങനെ വരുന്ന ഓപ്പർച്യൂണിറ്റീസ് എല്ലാം അവർ സ്കിപ്പ് ചെയ്യുകയും, പിന്നെ അതുപോലെ നിരന്തരമായിട്ട് സോറി പറയുക, പിന്നെ അതുപോലെ തന്നെ ഈ ഓപ്പോസിറ്റ് ഉള്ള ആൾ എന്ത് വിചാരിക്കും എന്ന് കരുതിയിട്ട് യെസ് മാത്രം പറയാ, നോ പറയാതിരിക്കുക, ചെറിയൊരു ഫീഡ്ബാക്ക് പോലും പേഴ്സണലായിട്ട് എടുക്കുക. ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റില്ല, കാരണം ആ ഡിസിഷൻ എടുത്ത ശേഷം അവർക്കതൊരു തെറ്റായി പോവോ എന്നുള്ളൊരു ഫീല്. തിങ്കിങ് പാറ്റേണിൽ പറയുകയാണെങ്കിൽ അവർ ചിന്തിക്കുന്നത് എന്നെ ആരും ഇഷ്ടപ്പെടുന്നില്ല, ഞാൻ കാരണമാണ് ഇതെല്ലാം, ഞാൻ യൂസ്ലെസ് ആണ് എന്നുള്ളൊരു തിങ്കിങ് ആയിരിക്കും. ഇവിടെ സിറ്റുവേഷനിലല്ല പ്രശ്നം വരുന്നത്, ഇന്റർപ്രിട്ടേഷനിലാണ്. അവരുടെ ചിന്തയിലാണ് പ്രശ്നം വരുന്നത്. പിന്നെ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ADHD ഉള്ളവരിൽ RSD സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിൽ ADHD ഉള്ളവരുടെ ബ്രെയിന് ഇമോഷൻ റെഗുലേറ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ തന്നെ ADHD ഉള്ളവരിൽ ചില ഏരിയാസ്, അതായത് പ്രീഫ്രണ്ടൽ കോർട്ടെക്സ്, അമിഗ്ഡാല എന്ന ചില ഏരിയാസ് ഡിഫറെൻ്റ് ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ക്രിട്ടിസൈസ് അല്ലെങ്കിൽ ഒരു റിജക്ഷൻ സംഭവിക്കുമ്പോൾ നല്ല രീതിയിൽ ഹേർട്ട് ആവുക, അതുപോലെ തന്നെ ഇമോഷൻസ് ഒക്കെ ഹൈ ലെവലിലാവുക, പിന്നെ കാം ആവാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ടീച്ചർ എന്തെങ്കിലും കാര്യത്തിൽ വഴക്ക് പറയുക അല്ലെങ്കിൽ കറക്റ്റ് ആക്കി പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ പോലും ആ കുട്ടി വിചാരിക്കുന്നത് അല്ലെങ്കിൽ ആ ആള് വിചാരിക്കുന്നത് ഞാൻ യൂസ്ലെസ് ആണ്, എന്നെ കൊണ്ട് കഴിയില്ല, എന്നെ മോശമാണ് എന്ന രീതിയിൽ ചിന്തിക്കുന്നു. അത് ഈ ADHDയും അതിൻ്റെ കൂടെ RSD ഉള്ളവരാണ് ഇങ്ങനെ ചിന്തിക്കുന്നത്. പിന്നെ പറയുന്നത് പാസ്റ്റ് ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസ്. അതായത് ഈ ADHD ഉള്ളവരിൽ കൂടുതലായിട്ടും കേട്ട് വരുന്ന ഒരു കാര്യമാണ് ശ്രദ്ധിക്ക്, നീ ലേസി ആണ്, നീ നോട്ടി ആണ് എന്നൊക്കെ. അത് ഈ റിപ്പീറ്റേറ്റീവ് ആയിട്ട് വരുമ്പോൾ അവർ ബ്രെയിന് വിചാരിക്കുന്നത് ഞാൻ നോട്ടി ആണ്, ഞാൻ ലേസി ആണ്, ഞാൻ എല്ലാത്തിനും മടിയാണ് കാണിക്കുന്നത് എന്നൊക്കെയാണ്. അതുപോലെ തന്നെ ADHD ഉള്ളവരിൽ റിജക്ഷൻ എക്സ്പീരിയൻസ് നല്ല രീതിയിൽ ഉണ്ടാകും. കാരണം അവരുടെ ഒരു ADHD ഉള്ളവരെന്ന് പറയുകയാണെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പം ഇന്ററപ്റ്റ് ആവുക, ഇന്ററപ്റ്റ് ആയിട്ട് സംസാരിക്കുക, പിന്നെ അതുപോലെ തന്നെ റെസ്റ്റ്ലെസ് ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെയാണ് നമ്മുടെ മെമ്മറി ഇഷ്യൂസ്, എന്തെങ്കിലും കാര്യം ഓർമ്മയിലേക്ക് മറന്നു പോവുക, കറക്റ്റ് ടൈമിൽ എത്താൻ പറ്റില്ല. അങ്ങനെയൊക്കെ വരുമ്പോൾ ഓപ്പോസിറ്റ് ഉള്ള ആൾക്ക് ചിലപ്പോഴൊക്കെ അവർക്കൊരു ഇറിറ്റേറ്റ് ആയിട്ട് ഫീൽ ചെയ്യും. അങ്ങനെ റിജക്ഷനും സംഭവിക്കാം.
അങ്ങനെ സംഭവിക്കുമ്പോൾ ഇവർക്ക് അത് നല്ല രീതിയിൽ ഫീൽ ചെയ്യാം. ഇങ്ങനെ റിപ്പിറ്റേറ്റീവ് ആയിട്ടുള്ള റിജക്ഷൻ എക്സ്പീരിയൻസും ഈ ഒരു RST വരാനുള്ള ഒരു കാരണം തന്നെയാണ്. പിന്നെ ലോ സെൽഫ് എസ്റ്റീം ആണ്. അതായത് എന്നെക്കൊണ്ട് ഒന്നും പറ്റില്ല, ഞാൻ ഞാൻ എത്ര ചെയ്തിട്ടും ഒന്നും വർക്ക് ആവണില്ല എന്നുള്ള നമ്മളെ തന്നെ ഒരു ലോ ആക്കിയെടുക്കുക, നെഗറ്റീവ് തോട്ട്സ് പോലെ നെഗറ്റീവ് ആക്കി പറയുന്നത് അത് ഇവർക്ക് വളരെയധികം കൂടുതലായിരിക്കും. ഇങ്ങനെ റിപ്പിറ്റേറ്റീവ് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ റിപ്പിറ്റേറ്റീവ് റിജക്ഷൻ എക്സ്പീരിയൻസ് ഉണ്ടാകുമ്പോൾ അവർക്ക് ലോ സെൽഫ് എസ്റ്റീം ആയിരിക്കും. അതുകൊണ്ട് തന്നെ സെൽഫ് കോൺഫിഡൻറ്റും കുറയും. ഇവിടെ ഞാൻ RST എന്നത് എന്താണ്, അതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, ADHD ഉള്ളവരിൽ RST എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് വരുന്നത് എല്ലാം ഡിസ്കസ് ചെയ്തു. ഓവറോൾ പറയാനുള്ളത് RST എന്നതൊരു വീക്ക്നെസ് അല്ല, ഇതൊരു ADHD ഉള്ളവരിൽ കണ്ടുവരുന്ന ഒരു ഇമോഷണൽ പാറ്റേൺ ആണ്. ഇവിടെ ചെറിയ കാര്യങ്ങൾ പോലും വലിയ ഇമോഷണൽ ആയിട്ട് പെയിൻ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു കൺട്രോൾ ഇല്ലായ്മയോ അല്ലെങ്കിൽ ഒരു ഓവർ റിയാക്ഷനോ ഒന്നുമല്ല. അത് ഇമോഷണൽ അല്ലെങ്കിൽ അതൊരു ബ്രെയിൻ റെസ്പോണ്ട് ആണ്. ഇവിടെ പറയാനുള്ളത് ഇതൊരു പെർമനന്റ് ഇഷ്യൂ അല്ല, ഇത് മാനേജബിൾ ആണ്, നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതിന് നമ്മൾ ചെയ്യേണ്ടത് തോട്ട്സിനെ ശ്രദ്ധിക്കുകയും പിന്നെ അതുപോലെ റിയാക്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ പോസ് ചെയ്യുകയും പിന്നെ സിറ്റുവേഷനെ മനസ്സിലാക്കുകയും ക്ലിയർ ചെയ്യുകയും ചെയ്താൽ ഈ ഒരു ഇമോഷണൽ ഇൻറ്റൻസിറ്റിനെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. പിന്നെ വേറൊരു കാര്യം ചെയ്യേണ്ടത്, നമ്മൾ ഈ ഒരു സ്വയം കുറ്റപ്പെടുത്താതെ ഇങ്ങനെയൊക്കെ എനിക്ക് ഫീൽ ചെയ്യുന്നത്, ഞാൻ ഓക്കെ ആണ് എന്ന് സ്വയം ആക്സെപ്റ്റ് ചെയ്യുകയും ചെയ്താൽ നല്ല രീതിയിൽ ഇതിനെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അതിനാദ്യം വേണ്ടത് ഒരു അവയർനെസ് ആണ്, പിന്നെ അണ്ടർസ്റ്റാൻഡിങ് ആണ്, പിന്നെ മെല്ലെ നമുക്കതിനെ ചേഞ്ച് ചെയ്യാൻ പറ്റും. താങ്ക് യു.